ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും നീറ്റ് എക്സാം ഇനിയിപ്പോൾ അതേ ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് മിസ്സ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരിക്കും അല്ലേ. കുറച്ച് സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ചില സമയത്ത് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാകും എനിക്കിത് പറ്റുമോ എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ എന്താണ് ഈ ചൂടും ഒക്കെ കൂടെ ആയിട്ട് നമ്മളൊരു വഴിക്കായി നിൽക്കുകയായിരിക്കും. പക്ഷെ എൻ്റെ മക്കൾ, നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കുക. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതിലേറ്റവും ഒന്നാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നീറ്റ് എക്സാം നടക്കുന്നൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 2 മണിയുടെയും 5:20 ഇടയിലാണ്. ഈ 3 മണിക്കൂർ 20 മിനിറ്റ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഏറ്റവും ആക്റ്റീവായിട്ട് നിർത്തേണ്ട ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വീട്ടിലിരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഉള്ളതിലും ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടാണുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ വിയർത്ത് നമുക്ക് പഠിക്കാനാകെ ഒരു മൂഡില്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പം ഒരു നല്ല പവർ നാപ്പൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ആക്റ്റീവായിട്ട് പഠിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ എക്സാം അല്ല നീറ്റ് എക്സാമിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഈ 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചെടുത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയമാണ് അല്ലേ. നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ഒരു സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്റ്റെപ്സ് കിട്ടേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ സമയം നമ്മുടെ ബ്രെയിൻ എന്തായിരിക്കണം, ആക്റ്റീവായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. ഈ സമയത്ത് ആക്റ്റീവായിരുന്നുകൊണ്ട് ഞാൻ ആ സമയത്ത് പോയിട്ട് ഉറങ്ങരുത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ഈ ഉച്ച സമയത്ത് മയങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എന്ത് ചെയ്യാം, ഉറങ്ങാതിരിക്കുക. ഓക്കെ, ബ്രെയിനിൽ ഈ സമയത്ത് നമുക്കറിയാം, നമുക്കിപ്പോൾ ബയോളജിക്ക് ആണെങ്കിൽ വായിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും. അപ്പോൾ നിങ്ങൾ ഈ സമയം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, അതിനെല്ലാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ബ്രെയിനിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ബ്രെയിനിന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ സിനിമ കണ്ടിട്ടോ പാട്ട് കേട്ടിട്ടോ അല്ല, നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യുക, ആക്റ്റീവാക്കി നിർത്തുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ആകെ കുറച്ച് ദിവസങ്ങളാണുള്ളത് അല്ലേ. ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഇനി പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം നമ്മൾ വിചാരിക്കും, ഈ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് സിലബസ് ആയല്ലോ, അല്ലെങ്കിൽ ഇതിൽ എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാലോ, എൻ്റെ ആ ഒരു 4 മാർക്ക് പോയാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ, ശരിക്കും പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ആ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിലൂടെ നമുക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടില്ല. അത് വീണ്ടും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണെങ്കിൽ നമുക്കത് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സമയമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇനി ചെയ്യേണ്ടത് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആ റിവിഷന് കൊടുക്കേണ്ട സമയം കൂടെ നമ്മൾ പുതിയ ടോപ്പിക്സ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, നമ്മുടെ കയ്യിലുള്ളതും പോകും, പിടിക്കാൻ പോയതൊട്ട് കിട്ടിയതും ഇല്ല, ആ ഒരു അവസ്ഥയാകും. അപ്പോൾ എൻ്റെ മക്കൾ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഒന്നും തന്നെ പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ട. പഠിച്ച കാര്യങ്ങൾ മാക്സിമം ബെസ്റ്റായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, DPP ചെയ്യാനാണെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ്, നമ്മളുടെ ബാച്ചിലുള്ള DPP ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ തന്നെ ധാരാളമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ടോപ്പിക്സിലൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അതായത് ചുമ്മാ നോട്ട് ഇങ്ങനെ വായിച്ച് പോകണമെന്നല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഈ ഒരു സമയത്ത്. കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഏറ്റവും ലെവൽ ബെസ്റ്റിൽ എൻ്റെ മക്കൾ കൊടുക്കുക. നമുക്ക് പലതരത്തിൽ റിവൈസ് ചെയ്യാം. ബയോളജിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കോൺസെപ്റ്റ് വീണ്ടും ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ എക്സാം ടൈമിൽ, അപ്പോൾ മിസ്സൊക്കെ ആ സമയത്ത് അത് ഭയങ്കരമായിട്ട്, നീറ്റിൻ്റെ സമയത്തല്ല, മിസ്സിൻ്റെ +1 +2ൻ്റെ സമയത്തൊക്കെ മിസ്സ് വരുത്തിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. എക്സാം ആയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കവും ഇല്ല, ഉറക്കൊഴിച്ച് പഠിക്കുന്നു, ഭക്ഷണം കഴിക്കാതെ പഠിക്കുന്നു. അത് ആക്ച്വലി നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വെള്ളത്തിലാക്കാൻ ഈ കാര്യങ്ങൾ മതി, നമ്മളിത് ചെയ്യാതിരുന്നാൽ.
കാരണം നമ്മൾ വിചാരിക്കും കുറച്ച് സമയം കൂടെ എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കാമല്ലോ എന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ കിട്ടുന്ന ആ കുറച്ച് സമയം നിങ്ങളുടെ ഹെൽത്തിനെ വളരെ മോശം രീതിയിൽ ബാധിക്കും. അത് ചിലപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ എക്സ്ട്രാ സമയം ലാഭിച്ചത് അത് ഇല്ലാണ്ടാക്കും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഉഷ്ണം കൂടിക്കൂടി വരികയാണ്, നല്ല പോലെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഭക്ഷണമൊക്കെ നല്ല കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുക, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തന്നെ കൂടുതലും കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭക്ഷണം തന്നെ കഴിക്കാൻ നോക്കുക. പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പം ഹോട്ടലിൽ നിന്നുള്ള ഫുഡൊക്കെ ഈ ഒരു 1 വീക്കിൻ്റെ സമയത്തിനുള്ളിൽ നിങ്ങളിനി കഴിക്കാൻ കുറയ്ക്കുക. കാരണം എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ എക്സാമിനെയും നമ്മളുടെ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനെയും ബാധിക്കും. കഴിവതും വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ നല്ല ഹെൽത്തി സ്ലീപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. എക്സാം ടൈമിലാണെന്നാൽ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുക ഒരിക്കലും ചെയ്യരുത്. തലവേദന കൂടും, നെക്സ്റ്റ് ഡേയിലെ പഠിത്തത്തിന് അത് ബാധിക്കും, നമ്മുടെ ഹെൽത്ത് മോശമാക്കും. നല്ല ഹെൽത്തി സ്ലീപ്പ് എടുക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, നല്ല പോലെ പഠിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, ഫുഡ് കഴിക്കുക, റിവൈസ് ചെയ്യുക, സമാധാനത്തോടെ ഇരിക്കുക. എൻ്റെ മക്കൾ പഠിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ എക്സാമിനുണ്ടാവില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓൾ ദി ബെസ്റ്റ്.